Hello, dear friends. Welcome back to one more session with Teach Kerala. So today we are starting with permutations and combinations. It's a very important topic as far as JEE examination is concerned and your board exams are concerned. അപ്പോൾ നമുക്കിത് പഠിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. എൻ്റെ അടുത്ത് നിങ്ങൾ 11th-ലും 12th-ലും ഇന്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നേ പറയത്തുള്ളൂ. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മുടെ ബുദ്ധിയുടെ പല തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും. ഭയങ്കര സ്മാർട്ട് ആവണമെന്നൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചൊരു നമ്മൾ ഈ കടയുടെ ഷട്ടർ തുറക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ കുറച്ചും കൂടെ ഒക്കെ വളർത്തുന്ന ഒരു ചാപ്റ്റർ ആണിത്. സോ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം ഞാൻ ഓഫ് കോഴ്സ് NCERT ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. NCERT കഴിഞ്ഞതിന് ശേഷം നമ്മൾ JEE ലെവലിലുള്ള നല്ല നല്ല ചോദ്യങ്ങളിലേക്ക് കടക്കും. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കൗണ്ടിങ് പഠിക്കുകയാണ്, എണ്ണാൻ പഠിക്കുകയാണ്. സാറേ ഞാനിത് 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണല്ലോ സാറേ, 1 2 3 4 1 2 3 4 കൗണ്ടിങ് തന്നെ. അത് കുറച്ചും കൂടെ സ്മാർട്ടർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കൗണ്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ ഫോർ ഒരു എക്സാമ്പിൾ, ഞാനൊരു ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മധുവിന്റെ കയ്യിൽ 2 ഡിഫറെന്റ് കളറിലുള്ള ഷർട്ട് ഉണ്ട്, 3 ഡിഫറെന്റ് കളറിലുള്ള പാന്റ് ഉണ്ട്. മധു സീതയുടെ കല്യാണത്തിന് പോവുകയാണ്. ഓക്കെ, സീത കല്യാണത്തിന് പോവുകയാണ്. സീതയുടെ കല്യാണത്തിന് പോകുമ്പോൾ മധുവിന് എത്ര രീതിയിൽ പോകാം, എത്ര രീതിയിൽ കാറിൽ പോകാമോ ബസ്സിൽ പോകാമോ എന്നൊന്നുമല്ല ചോദ്യം, എത്ര രീതിയിൽ ഈ ഡ്രസ്സുകൾ ഇട്ടിട്ട് പോകാം. അപ്പൊ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതിന് 2 ഷർട്ട് ഉണ്ട്, ഷർട്ട് 1 എന്നും ഷർട്ട് 2 എന്നും വിളിക്കാം അല്ലെ. അപ്പൊ എത്ര കോമ്പിനേഷൻ, ഷർട്ട് 1ഉം പാന്റ് 1ഉം ആയിട്ട് 3 പാന്റുകളെ പാന്റ് 1 പാന്റ് 2 പാന്റ് 3 എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഷർട്ട് 1ഉം പാന്റ് 2 ആയിട്ട് പോകാം, ഷർട്ട് 1ഉം പാന്റ് 3 ആയിട്ട് പോകാം. അതേപോലെ തന്നെ ഷർട്ട് 2ഉം പാന്റ് 1ഉം ഷർട്ട് 3ഉം പാന്റ് 1ഉം ഷർട്ട് 2ഉം പാന്റ് 2ഉം ഷർട്ട് 2ഉം പാന്റ് 3ഉം അല്ലെ. ഇത്രയും കോമ്പിനേഷൻസ് നമുക്ക് പറ്റും. ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് പറ്റി? 6 കോമ്പിനേഷൻസ് പറ്റും. കാര്യം പിടികിട്ടിയല്ലോ. ഇത്രയും രീതിയിൽ നമുക്ക് പോകാമെന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് എന്താ സംഭവിച്ചേ, 2 ഷർട്ടും 3 പാന്റും ഉള്ളപ്പോൾ ഷർട്ടിനെ 2 രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, ഫോളോഡ് ബൈ ദാറ്റ് പാന്റിനെ 3 രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് പഠിച്ചില്ലേ. അതായത് 2 × 3 ടോട്ടൽ 6 രീതിയിൽ പോകാമെന്ന് പഠിച്ചു അല്ലെ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ പഠിക്കാൻ പോകുന്നത്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പാന്റിന്റെയും ഷർട്ടിന്റെയും കാര്യം നമ്മൾ പഠിച്ചു, 3 × 2 = 6 എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് 5 ഷർട്ടും 7 പാന്റും ഉണ്ടെങ്കിൽ എത്ര രീതിയിൽ അയാൾക്ക് കല്യാണത്തിന് പോകാം? 35 രീതിയിൽ കല്യാണത്തിന് പോകാം. മനസ്സിലായല്ലേ? 5 × 7 എന്ന് വന്നിട്ട് 37 രീതിയിൽ. ഇപ്പൊ ഒരാൾക്ക് ലെറ്റ്സ് സേ 3 ഷൂസും 4 പാന്റും ലെറ്റ്സ് സേ 7 ഷർട്ടും ഉള്ള ഒരാളാണെങ്കിൽ ഇയാൾക്ക് എത്ര രീതിയിൽ കല്യാണത്തിന് പോകാൻ പറ്റും? 3 രീതിയിൽ ഷൂസ് എടുക്കാം, ഫോളോഡ് ബൈ ദാറ്റ് 4 രീതിയിൽ പാൻസിനെ സെലക്ട് ചെയ്യാം, ഫോളോഡ് ബൈ ദാറ്റ് 7 രീതിയിൽ ഷർട്ടിനെ കളക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ടോട്ടല് 12 × 7 84 രീതിയിൽ അയാൾക്ക് കല്യാണത്തിന് പോകാം. കാര്യം മനസ്സിലായോ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങില് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ നമ്മൾ മാത്തമാറ്റിക്കൽ രീതിയിൽ ഒന്ന് എഴുതുവാണെങ്കിൽ, if an event can occur in m different ways, if an event can occur in m different ways നടക്കാം, followed by that followed by which another event can occur in n different ways, then the total number of occurrence of the event is m × n ways നമുക്ക് പോകാൻ പറ്റും. ഒരു ഇവന്റ് m രീതിയിൽ നടന്നിട്ട് ഫോളോഡ് ബൈ ദാറ്റ് n രീതിയിൽ വേറെ ഒരെണ്ണം നടക്കുമെങ്കിൽ, ഇപ്പൊ m എന്ന് പറയുന്നത് എന്താണ്? ചൂസിങ് എ ഷർട്ട് അല്ലെ. ചൂസിങ് എ ഷർട്ട് നമുക്കറിയാം, ഷർട്ട് എടുത്തിട്ട് നമുക്ക് പാന്റ് എടുക്കണമല്ലോ, അല്ലെങ്കിൽ പാന്റ് എടുത്തിട്ട് ഷർട്ട് എടുക്കാം. ഒരെണ്ണം ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന്റെ ബേസിസിലാണ് അടുത്തതിന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എക്സാമ്പിൾ ചോദ്യത്തിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് എക്സാമ്പിൾ 1ൽ നമുക്ക് പറയാൻ പോകുന്നത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 letter വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ വേർഡ് എന്ന് പറയുമ്പോൾ അതിന് മീനിങ് വേണമെന്നൊന്നുമില്ല. ഇപ്പം RSOE എന്ന് പറയുന്നതിനെ ഒരു വേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേർഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലെറ്ററുകളുടെ കോമ്പിനേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ 1ൽ പറയുന്നത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 letter വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് which can be formed out of the letters of the word ROSC. Okay, ROSC എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സിൽ നിന്ന് എത്ര ഇതുണ്ടാക്കാം? നമുക്ക് എക്സാമ്പിൾ ആണെങ്കിൽ
RESO എഴുതാം, RSOE എഴുതാം, ഇങ്ങനെ കുറെ ഇത് എഴുതാം. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതി തീർക്കുന്ന എളുപ്പമാണോ? അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉപയോഗിക്കും. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ 4 ലെറ്റർ ഉള്ളപ്പോൾ നമ്മൾ ഒരു 4 ബോക്സ് അങ്ങ് തുറക്കുക. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്. എത്ര സാധനം ഉണ്ടോ അത്രയും ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ലെറ്റർ, ഈ 4 ലെറ്റർ വേർഡിന്റെ ആദ്യത്തെ ലെറ്ററിന് എത്ര ഓപ്ഷൻസ് ഉണ്ട്, എത്ര രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം? ഈ 4 ലെറ്ററുകളിൽ RSOEയിൽ ഏത് 4 രീതിയിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാം. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഒരെണ്ണം ഇത് ഇവിടെ വെച്ചു. ചിലപ്പോൾ അത് R ആകാം, ചിലപ്പോൾ അത് S ആകാം, ചിലപ്പോൾ അത് O ആകാം, ചിലപ്പോൾ അത് E ആകാം. കാര്യം മനസ്സിലായല്ലോ? നമുക്ക് ഇനി രണ്ടാമത്തെ ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഇവിടെ വെച്ചത് ഇനി ഓപ്ഷൻ നമ്മൾക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം വേർഡ്സ് റിപ്പീറ്റ് ആവുന്നില്ല, ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുന്നില്ല. അതായത് R എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തതിൽ നമുക്ക് 3 രീതിയിൽ ഫില്ല് ചെയ്യാം. മൂന്നാമത്തതോ ഇവിടെ 2 എണ്ണം എടുത്തു കഴിഞ്ഞ് ഇനി 2 രീതിയിൽ, ഇവിടെ ഒരു രീതിയിൽ. ടോട്ടൽ എത്ര? ആദ്യത്തത് 4 വേസ്, ഫോളോഡ് ബൈ രണ്ടാമത്തത് 3 വേസ്, ഫോളോഡ് ബൈ മൂന്നാമത്തത് 2 വേസ്, ഫോളോഡ് ബൈ നാലാമത്തത് ഒരു രീതിയിൽ. 4 into 3 into 2 into 1 ടോട്ടൽ 24 4 ലെറ്റർ വേർഡ്സ് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? എക്സാമ്പിൾ 4-ല്, എക്സാമ്പിൾ 1-ൽ ഇതായിരുന്നു ചോദിച്ചിരുന്നത്. നിങ്ങൾ എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. റോസ് എന്ന 4 ലെറ്റർ വേർഡ് ഉപയോഗിച്ച് എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഇപ്പൊ ഇതേ ചോദ്യം നിങ്ങൾക്ക് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ, ഇതേ ചോദ്യം നിങ്ങൾക്ക് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? റെപ്പറ്റീഷൻ അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSSSഉം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ OOയും ഉപയോഗിക്കാം. അന്നേരം ആദ്യത്തത് 4 രീതിയിൽ, രണ്ടാമത്തതും 4 ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇവിടെ എടുത്തത് വീണ്ടും ഉപയോഗിക്കരുതെന്ന് പറയുന്ന റൂൾ ഇല്ല. ഇവിടെയും 4 രീതിയിൽ എടുക്കാം, ഇവിടെയും 4 രീതിയിൽ എടുക്കാം. ടോട്ടൽ 4 into 4 into 4 into 4 that is 4 raised to 4 ways എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? 4 raised to 4, അതായത് 256 വേസിൽ 256 ലെറ്റേഴ്സ് നമുക്ക് അന്നേരം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, 256 വേർഡ്സ്. എക്സാമ്പിൾ RSSS ഇതൊക്കെ ഒരു ഓപ്ഷൻ ആയിട്ട് വരും അതിൻ്റെ അകത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 2-ലേക്ക് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 2-ൽ പറയുന്നത് എന്താണ്? given 4 flags of different colors. ഡിഫറെന്റ് കളറിലുള്ള 4 ഫ്ലാഗ്സ് ഉണ്ട്. ഓക്കെ, given 4 flags of different colors, how many different signals can be generated if a signal requires the use of 2 flags, one below the other. ഇതാണ് ഇപ്പൊ ചോദ്യം. എന്താണ്? നമ്മുടെ 4 ഫ്ലാഗുകൾ തന്നിട്ടുണ്ട്. ഫ്ലാഗുകൾ ഉപയോഗിച്ച് നമ്മൾ സിഗ്നൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ഉണ്ടാക്കാനായിട്ട് 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 ഫ്ലാഗുകൾ നമുക്ക് സെലക്ട് ചെയ്യണം. ഫ്ലാഗ് ഇവിടെ ഒരു ഫ്ലാഗ് 1, ഇവിടെ ഫ്ലാഗ് 2 വരാം. ഇപ്പൊ ടോട്ടൽ 4 ഫ്ലാഗ് ഉള്ളപ്പോൾ ആദ്യത്തെ ഫ്ലാഗ് നമ്മൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 4 രീതിയിൽ, അല്ലെ? റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അലൗഡ് അല്ലെന്ന് തന്നെ നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ 4 രീതിയിൽ ആദ്യത്തെ ഫ്ലാഗ് എടുക്കാം. രണ്ടാമത്തേതോ നിങ്ങൾ പറ. ഫോളോഡ് ബൈ ദാറ്റ്. രണ്ടാമത്തത് 3 രീതിയിൽ എടുക്കാമല്ലേ? ഇവിടെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി ഏത് 3 എണ്ണം? അതായത് 4 into 3 12 സിഗ്നൽസ്. ഇപ്പം റെഡ്, ബ്ലൂ, ഗ്രീന്, യെല്ലോ ആണെങ്കിൽ റെഡും ബ്ലൂവും ഒരു പോസിബിലിറ്റി ആണ്, അല്ലെ? പിന്നെ അതിന് തിരിച്ചിടുന്നതും പോസിബിലിറ്റി തന്നെയല്ലേ? ബ്ലൂവും റെഡും ഒരു പോസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ബ്ലൂവും യെല്ലോയും പോസിബിലിറ്റി ആണ്, യെല്ലോയും ബ്ലൂവും പോസിബിലിറ്റി ആണ്, ഗ്രീനും ബ്ലൂവും, ബ്ലൂവും ഗ്രീനും, ഇങ്ങനെ മൊത്തത്തിൽ 12 രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പൊ മൊത്തത്തിൽ 6 എഴുതിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ 6 എണ്ണവും കൂടെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിങ് വളരെ സിമ്പിൾ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സാമ്പിൾ 3. NCERT ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ 3-ൽ പറയുന്നത് how many 2-digit even numbers can be formed. How many 2-digit even numbers can be formed from the digits 1, 2, 3, 4, 5 if digits can be repeated.
ഓക്കെ, ഇപ്പൊ ഓർക്കുക ഇവിടെ കണ്ടീഷൻ വരുന്നുണ്ട്, ഈവൻ നമ്പേഴ്സ് ആണ്. ഒരു നമ്പർ ഈവൻ നമ്പർ ആവുന്ന എപ്പോഴാണ്? ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആകുമ്പോൾ മാത്രമേ ഒരു നമ്പർ ഈവൻ നമ്പർ ആവത്തുള്ളൂ. കാര്യം മനസ്സിലായോ? അപ്പോ ഈവൻ നമ്പർ ആവണമെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇവിടെ അവസാനത്തെ ഡിജിറ്റിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 ആകാം, 4 ആകാം. ഈ രണ്ട് പോസിബിലിറ്റി അല്ലേ അവസാനത്തെ ഡിജിറ്റ് ഉള്ളൂ. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് നമുക്ക് രണ്ട് രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നൗ റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. അതായത് ഇവിടെ ഏത് ഉപയോഗിച്ചാൽ അത് ഇവിടെ വീണ്ടും ഉപയോഗിക്കാം. ഇതിന്റെ ഫസ്റ്റ് ഡിജിറ്റിന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 5. അതായത് 5 ലാസ്റ്റ് സ്ലോട്ട് രണ്ട് രീതിയിൽ ഫില്ല് ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ് ഫസ്റ്റ് സ്ലോട്ട് നമുക്ക് 5 രീതിയിൽ ഫില്ല് ചെയ്യാം. സോ ടോട്ടൽ എത്ര ഈവൻ 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് പറ്റും? 10 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് നമുക്ക് പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 4ലേക്ക് കിടക്കാം. എക്സാമ്പിൾ 4 എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് different signals. Find the number of different signals that can be generated by arranging at least 2 flags. Very important ആണ് ഇത്. At least 2 flags in order, one below the other, on a vertical shaft if 5 different flags are available. Okay, 5 different flags are available. അപ്പൊ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? 5 ഫ്ലാഗ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സിഗ്നൽ ഉണ്ടാക്കാം. സിഗ്നൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 5 ഫ്ലാഗും വേണമെങ്കിൽ ഉപയോഗിക്കാം, 4 ഉപയോഗിക്കാം, 3 ഉപയോഗിക്കാം, 2 എങ്കിലും ഉപയോഗിക്കണം. അപ്പൊ എന്താ പോസിബിലിറ്റീസ്? അപ്പൊ സിഗ്നൽസ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലാഗ്സ് ആകാം, 3 ഫ്ലാഗ്സിന്റെ കേസ് ആകാം, 4 ഫ്ലാഗ്സിന്റെ കേസ് ആകാം, അല്ലെങ്കിൽ 5 ഫ്ലാഗ്സിന്റെ കേസ് ആകാം. ഇത്രയും കേസുകളാണ് നമുക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് ഓരോ കേസും ചെയ്യണം. സോ 2 ഫ്ലാഗ്സിന്റെ എത്ര സിഗ്നൽസ്? നമ്പർ ഓഫ് 2 ഫ്ലാഗ് സിഗ്നൽസ് എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ 2 ഫ്ലാഗിന്റെ സിഗ്നൽസ് 5 ഫ്ലാഗ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തത് 5 രീതിയിൽ ചെയ്യാം. പിന്നെ റെപ്പിറ്റീഷൻ അലൗഡ് ആണോ? അല്ല. അപ്പം രണ്ടാമത്തെ 4 രീതിയിൽ, അതായത് 5 × 4 20 രീതിയിൽ നമുക്ക് 2 ഫ്ലാഗ്സ് ഉള്ള സിഗ്നൽസ് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല. ഇനി നമുക്ക് 3 ഫ്ലാഗ്സ് ഉള്ള സിഗ്നൽസ് എത്ര ഉണ്ടെന്ന് നോക്കാം. 3 ഫ്ലാഗ്സ് ഉള്ള സിഗ്നൽസിനായിട്ട് നമ്മൾ ഇങ്ങനെ 3 ബോക്സുകൾ തുറക്കും. ആദ്യത്തത് 5 രീതിയിൽ, രണ്ടാമത്തെ 4 രീതിയിൽ, മൂന്നാമത്തെ 3 രീതിയിൽ. സോ ദിസ് വിൽ ബി 5 × 4 × 3 which will come out to be 60. 3 ഫ്ലാഗ്സിന്റെ 60 ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് നമുക്ക് 4 ഫ്ലാഗ്സിന്റെ എത്ര സിഗ്നൽസ് വരും നോക്കാം. 4 ഫ്ലാഗ്സിന്റെ സിഗ്നൽസ് നോക്കാനാണെങ്കിൽ 1 2 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 രീതിയിൽ, ഇവിടെ 4 രീതിയിൽ, ഇവിടെ 3 രീതിയിൽ, ഇവിടെ 2 രീതിയിൽ. സോ ദിസ് വിൽ ബിക്കം 5 × 4 × 3 × 2. That is 120 signals where you can use 4 flags. അല്ലെ? അടുത്തത് 5 ഫ്ലാഗ്സിന്റെ ആണെങ്കിലും സെയിം 1 2 3 4 5. ഇവിടെ 5 രീതിയിൽ, ഇവിടെ 4 രീതിയിൽ, ഇവിടെ 3, ഇവിടെ 2 1. So this will be 5 × 4 × 3 × 2 × 1. This will also be 120. അല്ലെ? So 5 ഫ്ലാഗ്സിന്റെതും 120 ഇത്. So total number of signals എത്രയാണ്? 5 flag signals plus 4 flag signals plus 3 flag signals plus 2 flag. 5 ഫ്ലാഗ്സിന്റെ 120 സിഗ്നൽസ് ഉണ്ടെന്ന് മനസ്സിലായി. 4ന്റെതും 120 ഉണ്ടെന്ന് മനസ്സിലായി. 3യുടെ എത്രയാ നമുക്ക് മനസ്സിലായി? 3യുടെ 60 ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ 2ന്റെ എത്രയുണ്ടെന്ന് മനസ്സിലായി. 2ന്റെ നമുക്ക് 20 ഉണ്ടെന്ന് മനസ്സിലായി. സോ ടോട്ടൽ വിൽ ബി 240 320 സിഗ്നൽസ് പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയാണല്ലോ നമ്മുടെ കാര്യങ്ങളായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് എക്സസൈസ് 7.1ലേക്കും കടന്നേക്കാം. വെറുതെ സമയം കളയണ്ട. എക്സസൈസ് 7.1 ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ നിന്നുള്ള എക്സസൈസ് 7.1ൽ ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ഇതാണ്: how many 3-digit numbers can be formed from the digits 1 2 3 4 and 5, assuming that
അസ്യൂമിങ് ദാറ്റ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്ന റെപ്പറ്റീഷൻ അലൗഡ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. ഓക്കെ, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. സോ റെപ്പറ്റീഷൻ അലൗഡ് ആയിട്ടുള്ള കേസിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ 3 ബോക്സ് കൊടുക്കണം അല്ലെ. ആദ്യത്തെ ബോക്സ് ഈവൻ നമ്പേഴ്സ് ഒന്നുമല്ല, അന്നേരം ഏത് നമ്പർ വേണമെങ്കിലും ഇടാം അല്ലെ. ആദ്യത്തെ ബോക്സിൽ എത്ര? 5 രീതിയിൽ, ഈ 5 നമ്പേഴ്സിൽ ഏത് വേണമെങ്കിലും എടുക്കാം. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്താണ്? രണ്ടാമത്തതിലും 5 രീതിയിൽ, മൂന്നാമത്തതും 5 രീതിയിൽ. അതായത് 555 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്, 444 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്, 111 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. റെപ്പറ്റീഷൻ അലൗഡ് ആണ്. സോ ദി ആൻസർ വിൽ ബി 5 into 5 into 5 which is 125 numbers. 125 3 digit numbers. അടുത്ത റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ എന്താ വരുന്ന? ബോക്സ് തുറക്കുക, ആദ്യത്തെ സ്ലോട്ടിൽ 5 രീതിയിൽ, ഈ 5 നമ്പേഴ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം. കറക്റ്റ് അല്ലേ? രണ്ടാമത്തതില് 4 രീതിയിലേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഏത് വന്നോ, വാട്ട് എവർ യൂസ്ഡ് ഹിയർ കാൻ ബി യൂസ്ഡ് ഹിയർ അല്ലെ. അതുകൊണ്ടാണ് 4 രീതിയിൽ. ഇവിടെ എത്ര രീതി വരും? 3 രീതിയിൽ. സോ ഇറ്റ് വിൽ ബിക്കം 5 into 4 into 3. സോ ടോട്ടൽ ആൻസർ വിൽ ബിക്കം 60. കാര്യം പിടിയിട്ടല്ലോ. സോ ദിസ് ഇസ് 60. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഫ്രം എക്സസൈസ് 7.1. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഹൗ മെനി 3 digit ഈവൻ നമ്പേഴ്സ്, കണ്ടീഷൻസ് വരുമ്പോൾ ഓർക്കണേ, ഈവൻ നമ്പേഴ്സ് can be formed from the digits 1 2 3 4 5 6 if the digits can be repeated. ഓക്കെ, ഈവൻ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. 3 digit ഈവൻ നമ്പേഴ്സ് ആണ്. ഓക്കെ, 3 digit ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്ലോട്ടിൽ കണ്ടീഷൻ ഉണ്ട്. എന്താ? ലാസ്റ്റ് സ്ലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് 2 4 6, അതായത് 3 രീതിയിലെ ലാസ്റ്റ് സ്ലോട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം മനസ്സിലായോ? കാരണം ഒരു നമ്പർ ഈവൻ നമ്പർ ആകണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഈവൻ ആയിരിക്കണം. കാര്യല്ലേ? ഓക്കെ, അപ്പൊ 3 രീതിയിൽ. ബാക്കി സ്ലോട്ടുകൾക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അന്നേരം ബാക്കി സ്ലോട്ടുകൾ ഈ ഇതിൽ നിന്ന് ഏത് 6 എണ്ണവും വേണമെങ്കിലും എടുക്കാം, ഇതും ഏത് 6 എണ്ണം വേണമെങ്കിലും എടുക്കാം. കാരണം എന്താ? റെപ്പറ്റീഷൻ അലൗഡ് ആണ്. ഇവിടെ യൂസ് ചെയ്തതോ ഇവിടെ യൂസ് ചെയ്തതോ ഒക്കെ വീണ്ടും യൂസ് ചെയ്യാം. സോ ദി ആൻസർ വിൽ ബിക്കം 6 into 6 into 3, that is 36 into 3. so the answer will be 108. 108 different 3 digit even numbers can be formed like this. കാര്യം പിടികിട്ടിയോ? അടുത്തത്, how many 4-letter code can be formed using the first 10 letters of the English alphabets. If no letter can be repeated. repetition allowed അല്ല. repetition allowed അല്ലെങ്കിൽ 4 letter 10 എണ്ണം ഉണ്ട്, നമുക്ക് ഏതാണെന്ന് അറിയേണ്ട കാര്യമേ ഇല്ല അല്ലെ. അപ്പൊ ആദ്യത്തത് 10 രീതിയിൽ ഫില്ല് ചെയ്യാം. ഏത് 10 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. പക്ഷെ ഇവിടെ എടുത്തത് അടുത്ത് ഉപയോഗിക്കുമല്ല. നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റ്, അതായത് അടുത്തത് 9 രീതിയിൽ, അടുത്തത് 8 രീതിയിൽ, 7 രീതിയിൽ. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. 10 into 9 into 8 into 7, that is 9. ഇത് 720 into 7 അല്ലെ. So 0 14 remainder 1 5040. So the answer will be 5040. കാര്യം പിടിയിട്ടല്ലോ. കാരണം 10 ലെറ്റർ ഉണ്ട്, 4 ബോക്സ് തുറക്കുക. ആദ്യത്തത് 10 ലെറ്റർ ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഉപയോഗിച്ച് ഇവിടെ ഉപയോഗിക്കാം. 9 രീതി, 8 രീതി, 7 രീതി. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം. How many 5-digit telephone numbers can be constructed using the digits 0 to 9 if
each number starts with 67 and no digit appears more than once. So നമുക്ക് 5 digit phone numbers ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ 5 ബോക്സ് അങ്ങ് തുറക്കുക. 1 2 3 4 5. അതിൽ പറഞ്ഞിട്ടുണ്ട് if each number starts with 67, അന്നേരം 6 and 7 filled ആണ് ഓൾറെഡി. അപ്പൊ നമുക്ക് ബാക്കി 3 സ്ഥലമേ ഫില്ല് ചെയ്യാനുള്ളൂ. അതിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 0 to 9 എന്ന് പറയുന്ന എത്ര നമ്പർ? 10 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 6ഉം 7ഉം യൂസ് ചെയ്യാൻ പറ്റില്ല. 6 and 7 ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? ഈ സ്ലോട്ട് നമുക്ക് 8 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇത് ഓൾറെഡി ഫിൽഡ് ആണ്. ഇതിനൊരു സെലക്ഷനേ ഇല്ല. നമ്മുടെ കോൺസെൻട്രേഷൻ ഇവിടെ മാത്രമാണ്. ഇത് ബാക്കി 8 എണ്ണം വെച്ച് ഇവിടെ ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ എത്ര? 7. കാരണം റെപ്പറ്റീഷൻ അലോഡ് അല്ല. നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ 1. ഇത് എത്ര രീതിയിൽ? 6 രീതിയിൽ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബിക്കം 8 into 7 into 6. 8 7s are 56 into 6, 36, remainder 3, 36 എന്ന് വരും ആൻസർ. കാര്യം പിടിയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ഫിൽഡ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും ചിന്തിക്കാനില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു ഈ 5 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് എന്തായാലും 67 വെച്ചാണ്. അതായത് 2 സ്ലോട്ടുകൾ ഓൾറെഡി യൂസ് ചെയ്തു. നമുക്കിനി ഫില്ല് ചെയ്യാനുള്ള 3 സ്ലോട്ടുകളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്കറിയാം 6ഉം 7ഉം പോയി കഴിഞ്ഞാൽ ബാക്കി 0 to 9 നമുക്ക് 8 ഡിജിറ്റുകളെ ബാക്കിയുള്ളൂ. അന്നേരം ഇത് 8 രീതിയിൽ, ഇത് 7 രീതിയിൽ, ഇത് 6 രീതിയിൽ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ. ചോദ്യം ഇതാണ്: a coin is tossed 3 times and the outcomes are recorded. How many possible outcomes are there? How many possible outcomes are there? That's the question. So നമ്മളൊരു ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ആയതുള്ളത്? അത് ഹെഡ് ആകാം, ടെയിൽ ആകാം. ഇതല്ലേ 2 പോസിബിലിറ്റി. അന്നേരം 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കോയിൻ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? 2 ചോയ്സസ് ഉണ്ട്. ഐദർ ഹെഡ് ആകാം, ടെയിൽ ആകാം. അല്ലെങ്കിൽ രണ്ടാമത്തതിനും അങ്ങനെ തന്നെ, മൂന്നാമത്തതിനും അങ്ങനെ തന്നെ. So head or tail followed by head or tail followed by head or tail. Total എത്രയാണ്? 2 into 2 into 2. Total 8 possibilities ആണ്. 8 possibilities ഏതൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ HHH വരാം, HTT വരാം, HTH വരാം, HHT വരാം. ഇത് പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ THH വരാം, TTT വരാം, TTH വരാം, THT വരാം. അല്ലെ? ഇങ്ങനെ 8 പോസിബിലിറ്റീസ് ഇതിനുണ്ടാകാം. അപ്പൊ ഇതാണ് ഉത്തരം. ഇല്ല, എഴുതുവാണെങ്കിൽ ഇത്രയും എഴുതി സമയം കളയാനായിട്ട് സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഇതങ്ങ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Given 5 flags of different colors, how many different signals can be generated if each signal requires the use of 2 flags, one below the other? അപ്പൊ നമുക്ക് 5 ഫ്ലാഗ് തന്നിട്ടുണ്ട്. How many different signals can be generated if each signal requires 2 flags, one below the other? അപ്പൊ 2 ഫ്ലാഗേ ഉള്ളൂ, 5 എണ്ണം ഉണ്ട്. ഇവിടെ 5 രീതിയിൽ, ഇവിടെ 4 രീതിയിൽ. ടോട്ടൽ 20 തന്നെ ആയിരിക്കണമല്ലോ ശരി ഉത്തരം. സോ 7.1ന്റെ അവസാനത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് 20 ആയിട്ട് വരും. ഓക്കെ, സോ നമ്മൾ എക്സസൈസ് 7.1 സക്സസ്ഫുള്ളി ചെയ്തിരിക്കുകയാണ്. അടുത്തതിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസിനെ പറ്റി പഠിക്കും, പിന്നെ കോമ്പിനേഷൻസിനെ പഠിക്കും, പിന്നെ അതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചെയ്യും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ, ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ and share it in all your groups wherever you are present, and be it in WhatsApp group, Instagram channels, everywhere. Please do it. Thank you so much.